ഇത് പദ്ധതിയുടെ പേര് സെളിമേകാലം എന്നാണ്. അതായത് സമൃദ്ധിയുടെ കാലം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ സമൃദ്ധിയുടെ കാലം അറിയില്ല, പണ്ടൊക്കെ സമൃദ്ധിയുടെ കാലമായിരുന്നു. അപ്പോൾ ആ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകും. നടക്കില്ല, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞു വന്നത് എന്നുള്ളത് കുട്ടികളിലും മറ്റുള്ളവരിലും കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇത് മറ്റേ കുട്ടികൾക്ക് മാത്രമല്ല, ട്രൈബൽ കുട്ടികൾക്ക് മാത്രമല്ല, മറ്റുള്ളവരും ഇങ്ങനെ ഒരു സമൂഹത്തിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ്. അതെ, കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം മറ്റു കൂടുതൽ പഠിക്കാൻ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ എനിക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല പോസിബിൾ ആണെന്ന്. കാരണം പഴയ ആ സംഭവങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടി ആയിരുന്നു എന്ന് കരുതുന്നു. അത് ഊരിന്റെ ഒരു സെറ്റപ്പാണ്. കുമ്മി എന്ന് പറയും, കുമ്മി കളിക്കും ഊരിനകത്ത്. അതിന്റെ മറ്റേ കൊട്ടും പീപ്പിയും സാധനങ്ങൾ പെറേ, ദവില്, ജാൽറ, കൊകാല് ഇതൊക്കെയാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിച്ചത്. അകത്തുണ്ട് അത്. ഇത് വന്നിട്ട് പണിയായുധങ്ങളും, ഇത് മീൻ പിടിക്കാനുള്ള ഉപകരണമാണ്. കൊടമ്പ എന്ന് പറയും ഇത്. അത് കത്താരി, ഈ എലികളൊക്കെ കൃഷി സ്ഥലമൊക്കെ വരുന്ന ചെറിയ പ്രാണികളൊക്കെ പിടിക്കാനുള്ള സാധനം കത്താരി. അത് ഉപ്പ് ശേഖരിച്ച് വെക്കാനുള്ള സാധനങ്ങൾ. ഇത് നേരത്തെ പറഞ്ഞല്ലോ, വീശുകല്ലും ഓരല്ലും. പിന്നെ ഇത് ഇതുപോലെ തന്നെ, ഇത് ചൂല്. പിന്നെ ഇത് കലപ്പ, അറിയില്ല, ഇത് മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് മൂഗ്, കത്തി, ഇത് അറിയില്ല സാധനം. ഇതെന്താ? ഇത് അന്ന് മറ്റേ ഉങ്കിലും പൊയ്ക്കാൻ ഉപയോഗിച്ചത് മൺപാത്രങ്ങൾ. ഇതാണ് ഗുലുമ എന്ന് പറയാ, അന്നങ്ങൾ ശേഖരിച്ചു. ഇത് വലുതായിരിക്കും. ഇത് സാധാരണ വരച്ചതല്ല, പനമ്പട്ട കൊണ്ടുണ്ടാക്കുന്ന അല്ല, മുളയുടെ. ഇത് കന്നുകാലിയായിരുന്നു പ്രധാന ഒരു വരുമാന മാർഗം. അത് ഉപയോഗിച്ചിരുന്നത് അന്ന് മറ്റേ തൊഴുത്തിൽ കെട്ടിയിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിന്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷികളൊക്കെ നടത്തിയിരുന്നത്. അന്ന് പാലൊക്കെ പുറമേ കൊടുത്തിരുന്നില്ല, ബാക്കി വരുന്ന പാലുകളൊക്കെ പുഴയിലാക്കി ഒഴിച്ചു കളയുക. തൈര്, മോര് ഇതൊക്കെ എടുക്കുന്നു. പിന്നെ ഇത് ഒരു സംവിധാനമാണ്. ഇതില് ഒരു വീട്ടിലെ കുട്ടികളല്ല, പല വീട്ടിലെ കുട്ടികളാണ്. അതായത് ഊരെന്ന് പറഞ്ഞാൽ ഏകദേശം 10 മുതൽ 130 വരെ വീടുകൾ ഉണ്ടായിരിക്കും. അതാണ് ഊരിന് പ്രത്യേകം മതിൽ കെട്ടോ വേലികളോ ഒന്നുമില്ല. ഒരു വീട്ടിലെ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോയി ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്തു. എല്ലാ വീട്ടിലേക്ക് കയറി ഇറങ്ങും. ഓപ്പൺ ഡോർ ആയിരുന്നു എല്ലാ വീടുകളിലും. ആർക്കും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏത് വീട്ടിൽ പോയി കഴിക്കാം, ഏത് വീട്ടിൽ ഉറങ്ങാം. അതെ, ഉറങ്ങാം. ചെറിയ കുട്ടികൾക്കല്ല. അങ്ങനെയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ഒരു വീട് വെച്ചു മതിൽ കെട്ടി പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ, പഴയ ആൾക്കാരിൽ നിന്ന്. ഫ്രണ്ടിലുണ്ടല്ലോ. ഇത് ഒരു കല്യാണ ചടങ്ങാണ്. കുറുമ്പരുടെ ഒരു കല്യാണ ചടങ്ങാണ് ഇത്. ഇതില് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? മൂപ്പനും കുറുതലും ഉണ്ടാവും. കൂടെ അവരുടെ ഊർഭരണ സംവിധാനത്തിലെ ആൾക്കാരുണ്ടാവും. പിന്നെ ജാതിയനാണ് കല്യാണത്തിന്റെ ചടങ്ങുകൾ ചുക്കാൻ പിടിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. ജാതിന്റെ നേതൃത്വത്തിലാണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഇരു വീട്ടുകാരെ വിളിച്ചിട്ട് അവർക്ക് സമ്മതം ചോദിക്കുന്ന ചടങ്ങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരേ കുലത്തിലുള്ള ആൾക്കാർ, കുലങ്ങളാണ് മെയിനായിട്ട് ബന്ധങ്ങൾക്ക് കാരണം. ഒരേ കുലത്തിലുള്ള ആൾക്കാരെ കിട്ടില്ല. ഒരു കുലം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം 18 കുലങ്ങളുണ്ട് ഗോത്ര വിഭാഗത്തിൽ തന്നെ ഇരുളരുടെ ഇടയിൽ. അതിലിപ്പോ ഒരു ഇരുളരുടെ ഇടയിൽ തന്നെ വീണ്ടും ഒരു 18 വിഭാഗങ്ങൾ കൂടി കുലങ്ങളുണ്ട്. കുലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങൾ. കുലങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ദേവണർ ഇങ്ങനെ തൊട്ട് കാർത്തിക ഉക്കിലികൾ ഇങ്ങനെ തൊട്ട് 18 ഉപകുലങ്ങളുണ്ട്. അതിൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ 7 കുലങ്ങൾ വേണം. ആ കുലങ്ങളിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണം നടത്തുള്ളൂ. അവർ എന്ത് ചെയ്യും, 7 ആൾക്കാർ പോയി പെണ്ണിന്റെ താലി കെട്ടുന്നതിൽ കീരക്കൊല എന്ന് പറയും, ഒരു കറുത്ത പാശി. അത് ഇവർ പിടിച്ചു കൊടുക്കണം. പിടിച്ചു കൊടുത്താലേ മാപ്പിള അത് കിട്ടുള്ളൂ. അവരുടെ മുന്നിൽ വെറ്റില, അടക്ക ഇതുപോലുള്ള സാധനങ്ങൾ പൊതുവെ വെക്കാനുള്ളത്. പിന്നെ വേറെ ഒന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ പര്യപ്പണം കെട്ടിക്കൊടുക്കും. അതായത് ആൺവീട്ടുകാര് പെണ്ണു വീട്ടുകാരെ കെട്ടിക്കൊടുക്കും. 101 എനിക്ക് തോന്നുന്നു ഈ വിഭാഗത്തിൽ നിന്നല്ല,
ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവര് അന്ന് എനിക്ക് തോന്നുന്നു അവിടെ സ്ത്രീധനമില്ല, പുരുഷൻ ധനമാണ്. പുരുഷൻ അങ്ങോട്ട് ധനം കൊടുത്തിട്ടാണ് സ്ത്രീയെ ധനമായി സ്വീകരിക്കുകയും പുരുഷൻ ധനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അല്ലെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വേണ്ടത് അത് തന്നെയായിരുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട് സമൂഹത്തിൽ അല്ലെ ഇത്തരത്തിൽ അല്ലെ? ശരി, എല്ലാവരുടെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഇത് നടത്തുന്നു.